MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ വിഭവമായ ഉള്ളി തീയലാണ്. ഇതിനായി 250 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. കുറച്ച് കറിവേപ്പിലയും 4 ചെറിയ ഉള്ളി അരിഞ്ഞതും വേണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 നുള്ള ഉലുവ, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കണം. തേങ്ങ വറുത്തെടുക്കാം. ഈ പാനിലേക്ക് തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ചുരണ്ടിയതിന് ശേഷം മിക്സിയിലൊന്ന് ചെറുതായി അടിച്ചെടുത്തതാണിത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തേങ്ങയെല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കണ്ടിന്യൂസായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. തേങ്ങ ഇപ്പോൾ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം. ഉലുവയും കൂടി ഇടാം. കടുക് ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായി വഴറ്റി ബ്രൗൺ കളറായി വരണം. ഇനി നമുക്ക് പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. ഇതൊന്ന് തിളച്ചു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നര കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. അല്പം ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിന്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.